ഓക്കെ, നമുക്ക് നമ്മുടെ അനാലിസിസിലേക്ക് വരാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഓൺലൈൻ സ്ട്രാറ്റജി പ്രകാരം നല്ല ട്രേഡ് ഇന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല രീതിയിൽ പ്രോഫിറ്റ് റേഞ്ച് കാണിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ സ്റ്റുഡൻറ്റ് സാധാരണ അയച്ചു തരുന്ന പോലെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ദെൻ 9 രൂപയ്ക്ക് വാങ്ങിച്ച സാധനം 17 രൂപയ്ക്ക് വിറ്റിട്ടുണ്ട്. അതായത് 238 രൂപ ഇൻവെസ്റ്റ് ചെയ്തത് 440 രൂപയ്ക്ക് വിറ്റിട്ടുണ്ട്. 201 രൂപ ലാഭം, അതായത് ഏകദേശം 100% റിട്ടേൺ ഏൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിക്കുന്ന കുട്ടികൾ ഇതുപോലെ ചെറിയ എമൗണ്ട് ഇട്ടൊക്കെ മാത്രം ചെയ്ത് നോക്കുക. അത് നല്ല വേരിയേഷൻ ഉള്ള മാർക്കറ്റ് ആണെങ്കിൽ മാത്രമേ ചെറിയ എമൗണ്ട് ഇട്ടിട്ട് കാര്യമുള്ളൂ. അതും എക്സ്പയറിയിലുള്ള സ്ട്രൈക്ക് വാങ്ങിക്കുകയും ചെയ്യണം കേട്ടോ. അതൊക്കെ ഓൾറെഡി നമ്മൾ പഠിപ്പിച്ച സമയങ്ങളിൽ പറഞ്ഞിട്ടുള്ളതാണ്. അത് മനസ്സിൽ തന്നെ വെച്ചേക്കുക. ഓക്കെ, ഇതാണ് നമ്മുടെ ഇൻഡെക്സ്. ഇങ്ങനെയാണ് റിയാക്ട് ചെയ്തിരിക്കുന്നത്. ഫ്യൂച്ചർ എല്ലാവരും രാവിലത്തെ ഒരു 15 മിനിറ്റ്സിൽ ഒരു അപ് ട്രെൻഡാണ് കാണിച്ചിരുന്നത് അല്ലേ. ബാങ്ക് നിഫ്റ്റി കാണിച്ചിരിക്കുന്നു. ബാങ്ക് നിഫ്റ്റി നേരെ ചെന്ന് ബോൾ ലൈൻ ടച്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, സൂം ചെയ്ത് കാണിച്ചു തരാം. ബാങ്ക് നിഫ്റ്റി നേരെ നമ്മുടെ ബോൾ ലൈൻ ടച്ച് ചെയ്യുന്നു. ബോൾ ലൈൻ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ റിജക്റ്റ് ചെയ്യും എന്നുള്ളതാണ്. സോ അതുപോലെ തന്നെ റിജക്റ്റ് ചെയ്തിട്ടുണ്ട് ആദ്യത്തെ 15 മിനിറ്റ്സിൽ. ഓക്കെ, ആദ്യത്തെ 15 മിനിറ്റ്സിൽ തന്നെ നിഫ്റ്റി ബോൾ ലൈൻ ക്രോസ് ചെയ്ത് അതിൻ്റെ അപ്പർ ട്രെൻഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എങ്കിൽ അവിടെ നിന്ന് കൺസോളിഡേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ആദ്യത്തെ 15 മിനിറ്റ്സിൽ ഒരു ബൾക്ക് സി പൊസിഷനാണ് കാണിച്ചത് അല്ലേ. നമ്മളുടെ ഫ്യൂച്ചർ ആണെങ്കിൽ നമ്മളുടെ സെക്കൻഡ് ലൈനും ക്രോസ് ചെയ്ത് നിന്ന ഒരു കൺസോൾട്ടേഷനാണ് കാണിച്ചത്. ദെൻ നിഫ്റ്റി സർവീസ് ബോൾ ലൈൻ ടച്ച് ചെയ്ത് റിജക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ എല്ലാവരും ആദ്യത്തെ 15 മിനിറ്റ്സിൽ ബോൾ ലൈൻ ടച്ച് ചെയ്യുകയാണ് ചെയ്തത്. സോ ആ ഒരു സമയത്ത് നമ്മൾ ബോൾ ലൈൻ ടച്ച് ചെയ്ത് ക്രോസ് ചെയ്ത് പോകുമോ എന്നുള്ള റിയാക്ഷനിലേക്ക് വന്നിരുന്നു. സോ പക്ഷെ അത് അപ്പർ പൊസിഷനിൽ നിൽക്കുകയാണ്. നമ്മളുടെ സ്ട്രാറ്റജി പ്രകാരം എല്ലാം അപ്പ് ട്രെൻഡിൽ നിൽക്കുകയാണ്. അവിടെ നിന്ന് ഒരു സി പൊസിഷൻ എടുക്കണമെങ്കിൽ അത് ക്രോസ് ചെയ്യപ്പെടണം. അതായത് നമ്മുടെ നിഫ്റ്റിയൊക്കെ നമ്മളുടെ ഈ ഒരു പോയിന്റിൽ നിന്ന്, അതായത് നിഫ്റ്റി ഇവിടെ നിങ്ങൾ ഇനി ഒരു സി പൊസിഷൻ എടുക്കണം എന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് ഈ ഒരു നിഫ്റ്റിയുടെ അപ് ട്രെൻഡിൽ നിന്ന് ക്രോസ് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് സി പൊസിഷൻ എടുക്കാം. അങ്ങനത്തെ സമയങ്ങളിൽ നമ്മുടെ ബാങ്ക് നിഫ്റ്റി ഇതിൻ്റെ ബോൾ ലൈൻ ക്രോസ് ചെയ്ത് മുകളിലേക്ക് ഒരു ട്രെൻഡ് കൊടുക്കും. അതായത് ഇവിടം വരെയെങ്കിലും എത്തുന്ന ഒരു ട്രെൻഡ് കൊടുക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മാത്രമേ സിയെ പറ്റി ചിന്തിക്കാവുള്ളൂ. അവിടെ മുതൽ ഒരു പി ട്രെൻഡാണ് കാണിച്ചിരുന്നത്. അത് പി ആണെന്ന് ഉറപ്പാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? നമ്മുടെ സ്ട്രൈക്കിൻ്റെ ഗ്രാഫ് നമുക്ക് വേണം. അപ്പോൾ നമ്മൾ ആദ്യത്തെ 15 മിനിറ്റ്സിൽ തന്നെ അത് പി ആണെന്ന് ഉറപ്പിക്കുകയാണ്. അപ്പോൾ പി യിലേക്ക് എൻ്റർ ചെയ്യുന്നതിന് മുമ്പ് നിഫ്റ്റിയുടെ പി യുടെ പൊസിഷൻ നമുക്ക് നോക്കാം. വീക്കെൻഡ് പി പൊസിഷൻ നോക്കിയതാ ഇവിടെ വെച്ചാണ് എൻട്രി ഉള്ളത് അല്ലേ. പക്ഷെ അവിടെ നിന്ന് താഴേക്ക് പോയിരിക്കുന്നു പി. പക്ഷേ നമ്മളുടെ മന്ത് എൻഡ് പി നോക്കിയപ്പോൾ കറക്റ്റ് പൊസിഷനിൽ നിൽപ്പുണ്ട്. ഇവിടെ ഉണ്ടെങ്കിൽ ഒരു പൊസിഷനുണ്ട്, പി പൊസിഷൻ ഉണ്ടെന്നുള്ളതാണ്. അതുപോലെ നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ മന്ത് എൻഡ് പി നോക്കാം. ബാങ്ക് നിഫ്റ്റിയുടെ മന്ത് എൻഡ് പിയും ഈ ലൈനിലാണ്. ഈ ലൈനിലാണെങ്കിൽ നമുക്ക് പൊസിഷനുള്ള ലൈനാണ്. വീക്കെൻഡ് പി ഇത് പറഞ്ഞ പോലെ തന്നെ നിഫ്റ്റി കാണിച്ച പോലെ തന്നെ ക്രോസ് ചെയ്ത് പോന്നിട്ടുണ്ട്. വീക്കെൻഡുകൾ സാധാരണ ക്രോസ് ചെയ്യാം, പക്ഷേ മന്ത് എൻഡും ക്രോസ് ചെയ്താൽ മാത്രമേ താഴേക്ക് പി പോകുള്ളൂ എന്ന് പറയാൻ പറ്റുള്ളൂ. പക്ഷേ മന്ത് എൻഡ് ക്രോസ് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ നമുക്ക് സി പൊസിഷൻ നോക്കാം. നിഫ്റ്റിയുടെ വീക്കെൻഡ് സി മാക്സിമം ലൈനിൽ നിൽപ്പുണ്ട്. അതായത് ഏറ്റവും മുകളിലത്തെത്തി അവിടുന്ന് സി എടുക്കണമെന്നുണ്ടെങ്കിൽ മന്ത് എൻഡ് സിയും കൂടെ ക്രോസ് ചെയ്യണം. മന്ത് എൻഡ് സി ക്രോസ് ചെയ്തിട്ടില്ല. മന്ത് എൻഡ് സി ആ ഒരു റിജക്ഷൻ ലൈനിൽ തന്നെയാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരാം. ബാങ്ക് നിഫ്റ്റിയുടെ സി പൊസിഷൻ, മന്ത് എൻഡ് സി പൊസിഷൻ എന്ന് പറയുന്നത് ബോൾ ലൈനിലാണ് നിൽക്കുന്നത്. ബോൾ ലൈനിൽ എത്തിക്കഴിഞ്ഞാൽ തിനർ റിജക്റ്റ് ചെയ്യും എന്നുള്ളതാണ്. സോ അവിടുന്ന് സി ഒരു അപ് ട്രെൻഡ് സി കാണാനുള്ള ചാൻസ് ഇല്ല. ദെൻ നമ്മളുടെ വീക്കെൻഡ് സി പൊസിഷൻ നോക്കിയാൽ ഏറ്റവും മുകളിലത്തെ ലൈൻ ഇന്ന് ബാങ്ക് നിഫ്റ്റിയിലെ സി പൊസിഷൻ ഒരു ലൈനേ മുകളിൽ ഉണ്ടായിരുന്നുള്ളൂ. സാധാരണ 2 ലൈൻ വരും, ചില ദിവസങ്ങളിൽ ഒരു ലൈനേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ലൈനിൽ തന്നെയാണ് നിൽക്കുന്നത്. സോ സി മാക്സിമത്തിലെത്തിയെന്നും പി പൊസിഷൻ കാണിക്കുകയും ചെയ്യുന്ന ഒരു ടൈമായിരുന്നു ആദ്യത്തെ 15 മിനിറ്റ്സിൽ. അപ്പോൾ തന്നെ പി എടുത്തവർക്ക് നല്ല രീതിയിലുള്ള പി ട്രെൻഡ് കിട്ടിയിട്ടുണ്ട്. എക്സ്പയറി എന്ന് പറയുന്നത് നമ്മളുടെ നിഫ്റ്റിയുടെ എക്സ്പയറി ആയതുകൊണ്ട് തന്നെ നിഫ്റ്റിയിൽ ട്രേഡ് എടുത്തവർക്ക് നമുക്ക് ഒരു 10 രൂപയ്ക്കൊക്കെ നിഫ്റ്റിയിൽ ട്രേഡ് എടുക്കാൻ സാധിക്കുമായിരുന്നു. 10 രൂപയുടെ നിഫ്റ്റി ട്രേഡ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടം വരെ പോയിട്ടുണ്ടത് 40 എബോ, അതായത് 50 ഓളം വന്നിട്ടുണ്ട്. ഓക്കെ, അതായത് 5x റിട്ടേൺ, 500% റിട്ടേൺ കൊടുത്തിട്ടുണ്ട്. അത് ഈ ഒരു സ്ട്രാറ്റജിയിൽ മാത്രമേ നിങ്ങൾക്കിത് ഏൺ ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ മറ്റ് സ്ട്രാറ്റജീസൊക്കെ ഉപയോഗിച്ചപ്പോൾ എനിക്കിങ്ങനെ ഒരു കറക്റ്റ് പൊസിഷൻസ് കിട്ടുന്നുണ്ടായിരുന്നില്ല. നമുക്ക് ഈ ഒരു 8 ഗ്രാഫ് വെച്ച് നമുക്ക് കറക്റ്റായിട്ട് അനലൈസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അത് സി ആണോ പി ആണോ എന്ന്, സിയിലേക്ക് എൻ്റർ ചെയ്യണോ വേണ്ടേ എന്നുള്ളത് മനസ്സിലാവും, പിയിലേക്ക് എൻ്റർ ചെയ്യണോ വേണ്ടേ എന്നുള്ളത് മനസ്സിലാവും. സി ഏറ്റവും ഇവിടെയാണെങ്കിൽ സി ഏറ്റവും അപ്പർ പൊസിഷനിലാണ് നിൽക്കുന്നത്. കണ്ടോ, ഇവിടെ നിന്ന് സി പൊസിഷൻസ് ഇനി എടുക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ നിൽക്കുമ്പോൾ അത് നമുക്ക് ബോൾ ലൈൻ സ്ട്രാറ്റജിയിൽ മനസ്സിലാകും. സി എന്ന് പറയുന്നത് മാക്സിമം പോയിന്റിലാണ് നിൽക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഇനി അവിടുന്ന് സി ഇല്ല എന്നുള്ളതും, പി എന്നാൽ കറക്റ്റ് എൻട്രി പോയിന്റിലാണ് നിഫ്റ്റിയുടെ പിയും ബാങ്ക് നിഫ്റ്റിയുടെ പിയും നിൽക്കുന്നത്. ഓക്കെ, സോ അവിടെ എൻട്രി പോയിന്റ് ഉണ്ടായിരുന്നു.
അതിനുശേഷം പിന്നീട് ഒരു പി പോയിൻ്റ് വരുന്നത് ദാ ഇവിടെയൊക്കെ എത്തുമ്പോൾ ഈ ലൈൻ എന്ന് പറയുന്നത് എപ്പോഴും നമുക്കൊരു അപ് ട്രെൻഡ് തരുന്ന ലൈനാണ്. പി ഈ ഒരു സമയത്ത് ഒരു പൊസിഷനിൽ വരുന്നുണ്ട്. അതേ സമയത്ത് മന്തിൻ്റെ പിയും ഈ ഒരു പൊസിഷനിലാണ്, ബോൾ ലൈനിലാണ് നിൽക്കുന്നത് അല്ലേ. ബോൾ ലൈനിൽ മുകളിലേക്ക് ഒന്ന് ടച്ച് ചെയ്തിട്ടുണ്ട്. സോ മുകളിലേക്ക് തന്നെ പോകാനുള്ള ചാൻസ് ഉണ്ട്, റിജക്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഇതേ സമയം നമ്മളുടെ മന്തിൻ്റെ പി ബാങ്ക് നിഫ്റ്റിയുടെ ഇതുപോലെ തന്നെ മുകളിൽ ബോൾ ലൈന് മുകളിലായിട്ടാണ് നിൽക്കുന്നത്. മുകളിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. ഇതാ വീക്കെൻഡ് പി ആണെങ്കിൽ ഇതാ ഇവിടെ ഏറ്റവും ലാസ്റ്റത്തെ ലൈൻ എന്ന് പറയുന്നത് എന്ത് ലൈനാണ്, നമുക്ക് അപ് ട്രെൻഡ്, അതായത് പൊസിഷനുള്ള ലൈനാണ്. അതായത് ആ ഒരു സ്ട്രൈക്കിലേക്ക് എൻ്റർ ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ പി സ്ട്രൈക്കിലേക്ക്, ഏത് പി സ്ട്രൈക്ക് വേണമെങ്കിലും എടുക്കാം. ആ പി സ്ട്രൈക്കിലേക്ക് എൻ്റർ ചെയ്യാനുള്ള പൊസിഷനാണ് ഈ ലൈൻ എന്ന് പറയുന്നത്. അതുപോലെ സി സ്ട്രൈക്കിലേക്ക് എൻ്റർ ചെയ്യാനുള്ള പൊസിഷനാണ് ഈ ലൈൻ എന്ന് പറയുന്നത്. കണ്ടോ, ഈ ഒരു ലൈനിലേക്ക് സി എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ വീണ്ടും പീനെ പറ്റി ആലോചിച്ച് കഴിഞ്ഞാൽ ഒരു കൺസോൾട്ടേഷനോ അല്ലാന്നുണ്ടെങ്കിൽ സി ആക്റ്റീവ് ആകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ സിയുടെ ഗ്രാഫുകൾ ഇവിടെ എത്തിക്കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ പിയിലേക്ക് എൻ്റർ ചെയ്യാനായിട്ട് പാടില്ല. സി ആക്റ്റീവ് ആകാനുള്ള ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ കൺസോൾട്ടേറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഇതാ ഇവിടെ കൺസോൾട്ടേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതായിരുന്നു നമ്മളുടെ ഇന്നത്തെ ബോൾ ലൈൻ സ്ട്രാറ്റജിയുടെ വർക്ക് എന്ന് പറയുന്നത്. ഇന്ന് നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. നല്ല പ്രോഫിറ്റ് റേഞ്ചുകൾ ഏൺ ചെയ്യാനായിട്ട് പറ്റുമായിരുന്നു. അപ്പോൾ ഓരോരുത്തർ നിങ്ങൾക്ക് എന്താ സംഭവിച്ചതെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ സ്ട്രൈക്കിൻ്റെ ഗ്രാഫ് വേണ്ടവർക്ക് പേഴ്സണലി കോൺടാക്റ്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം. ഓക്കെ.